Oh
രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ? നാളത്തെ കൊതുക് അവനെ നിങ്ങൾ സ്നേഹിച്ചോ? ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഒരു അവസരമാണ്. ഞാൻ കൊതുകിനെ കൊല്ലാറില്ല, അത് കാരണം കൊതുകിനെ എന്നെ കഴിക്കില്ല. എറണാകുളത്തെ കൊതുക് പോലും എന്തോരം വീടുകൾക്കാണ് എന്തോരം കാശ് ചെലവാക്കി കൊതുകിനെ പേടിച്ച് നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് ചെയ്യും. പരിശുദ്ധാത്മാവുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കണം. ഏറ്റവും എളുപ്പം സ്നേഹിക്കാൻ പറ്റിയത് പട്ടിയെയും പൂച്ചേനെയും കൊതുകിനെയൊക്കെയാണ്. കാരണം അവരിങ്ങോട് പ്രതികരിക്കില്ല. മനുഷ്യരെ സ്നേഹിക്കാനാണ്. നമ്മുടെ ഈ രാവിലത്തെ ആദ്യത്തെ വിഷയം വ്യക്തിപരമായ പ്രാർത്ഥന. വരദാനങ്ങളുടെ വളർച്ചയ്ക്ക് വരദാനങ്ങളെല്ലാം നമ്മളിലുണ്ട്. ഇപ്പൊ അവർക്ക് തരുന്നതല്ല ഇതൊന്നും. പ്രതിരോധത്തിലെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് വരദാനങ്ങളെ ചോദിക്കുന്നത് കണ്ടോ? ഇത് നമ്മളിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അബോധ മനസ്സിൽ ഇന്ദ്രിയങ്ങളിൽ മനസാക്ഷിയിൽ ആത്മാവിലെല്ലാം കെട്ടിക്കിടക്കുന്ന ചില പൊടിപടലങ്ങളെ തൂത്തുകളഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അത് വളരെ പ്രധാനമായി. ഈ വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. 30 വർഷം അല്ലെങ്കിൽ 35 വർഷമായിട്ട് ഞാനിത് പ്രാർത്ഥിക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ബ്രദറെ ഞാൻ 30 വർഷം മുമ്പ് ബ്രദർ ധ്യാനം കൂടിയതാണ്, അതുപോലത്തെ ജ്വലനം തന്നെയാണല്ലോ ഇപ്പോഴും ബ്രദറിന്. അതെന്താ എന്റെ സീക്രട്ട്? എന്താ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലെ കണ്ടിട്ട് നമ്മുടെ അഭിഷേകത്തിന് ജ്വലനത്തിന് വല്ല കുറവുണ്ടോ? അതുപോലെ അതിന്റെ പ്രധാന കാരണം നമ്മൾ എങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതാണ്. അതിന് എളുപ്പമുള്ള ഒരു ചിന്ത, നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരാണ്. മർക്കോസ് 1:35. നമ്മളെല്ലാവരും ഈശോയുടെ ശിഷ്യന്മാരാണ്, ഈശോയെ അനുഗമിക്കുന്നവരാണ്. എന്നെ അനുഗമിക്കുക. എന്താണ് നമ്മൾ ഈശോയെ അനുഗമിക്കുന്നതിൽ എന്താണ് നമ്മൾ ആദ്യം അനുഗമിക്കേണ്ടത്? അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ, ഇവിടെ മലയാളത്തിൽ ബുദ്ധിമുട്ടാണ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എത്ര സമയം? ചെറുപോലെ ഞാൻ 7 മണിക്ക് എത്തിക്കുന്നത്. അതല്ല അതിരാവിലെ. അതാണ് എനിക്ക് ഇംഗ്ലീഷൊക്കെ നമ്മൾ കുറച്ച് വായിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് early in the morning before dawn, before സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്. അതവിടെ മിസ്സിനാണ്. കാരണം ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ പേര് ചെയ്യാത്തവരാണ് ഇവിടെ പ്രശ്നം.
ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ തീർച്ചയായിട്ടും വെളുപ്പിനിട്ട് പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു അതിരാവിലെ. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് ചില വിശുദ്ധരെല്ലാം പറയാറുള്ളത്, ഉദയസൂര്യൻ നമ്മളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ടു വെക്കണം. നമ്മളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ആരാണ്? ഇത് നിങ്ങളെല്ലാവരും ഇപ്പോ വളരെയധികം വളർന്നവരാണെങ്കിലും വളരുമ്പോ നമ്മളെ വിഷയമായിട്ട് കൂടുതൽ സ്നേഹമാകുമ്പോ പിന്നെ നമുക്ക് കുറെ കൂടി എളുപ്പ വഴികൾ അന്വേഷിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയൊക്കെ കുറച്ചാൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഒരു വചന പ്രഘോഷകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വളരെ ഒരുപാട് പ്രശ്നമാണ്, ശുശ്രൂഷയുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, വ്യക്തിപരമായിട്ട് എനിക്ക് പ്രശ്നം, ഒന്ന് സഹായിക്കാം. ഒരു മിനിറ്റ്, എത്ര സമയം നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കും? എപ്പോ പ്രാർത്ഥിക്കും? അതിനോട് സമയമില്ല. അതുപോലെ ഞാൻ പറഞ്ഞ അതാണ് മിസ്റ്റേക്ക്. നമ്മുടെ ശുശ്രൂഷകളുടെ ആധിക്യം കൊണ്ടോ ഓൺലൈൻ പ്രോഗ്രാമുകളാണ്. 3 മണിക്ക് ഒരു ഗ്രൂപ്പുമായിട്ട് പ്രാർത്ഥന, 4 മണിക്ക് വേറെ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥന, 5 മണിക്ക് വേറെ ഗ്രൂപ്പ്, ഇങ്ങനെ ഒരുപാട് ഗൂഗിൾ മീറ്റോ സൂം മീറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. 3 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ എത്ര മണിക്ക് എണിക്കും? 2:55 എണിക്കില്ലേ? 5 മിനിറ്റ് മുമ്പ് എഴുതി അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മൾ നിറയാതെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് വലിയ പ്രയോജനമില്ല. നമ്മളിൽ വിശുദ്ധീകരണം നടക്കാതെ, നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയാതെ പ്രാർത്ഥിക്കരുത്. അത് നമുക്ക് ദൂഷ്യം ചെയ്യും. നമ്മളിൽ ഉള്ളത് കൂടി വലിച്ചു കൊണ്ടുപോകും. അപ്പോ ഇനി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആയാലും നമ്മളിലുള്ള വരദാനങ്ങളെ ജ്വലിപ്പിക്കണമെങ്കിൽ നമ്മളിൽ ഒരു വിശുദ്ധീകരണം നടക്കണം, ശക്തീകരണം നടക്കണം. അത് എപ്പോഴെങ്കിലും നടന്നാൽ പോരാ, അതിനൊരു സമയം കർത്താവ് തന്നെ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു മനോഭാവം ഇതാണ്, ഈശോ എന്നെ നോക്കിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എന്നെ നോക്കിയിരിക്കുകയാണ്. കാരണം ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനം, ജ്ഞാനം 6:14. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തിരിക്കും. ജ്ഞാനം ഒരു വ്യക്തിയാണ്, അമ്മയാണ് ജ്ഞാനം. 7:12 പറയുന്നുണ്ട്, സോളമൻ പറയുകയാണ്, അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു, ജ്ഞാനമാണ് അവളെ നയിക്കുന്നത്, എങ്കിലും അവളാണ് അവളുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. സോളമൻ പറയാണ്, അവളാണ് അവളുടെ ജനനി. നമ്മൾക്കുള്ള സകലത്തിന്റെയും ഉറവിടം ജ്ഞാനമാണ്. ദൈവം സകലതും സൃഷ്ടിച്ചത് ജ്ഞാനവും വചനവും കൊണ്ടാണ്. അവ 2 കരങ്ങൾ പോലെയാണ് ദൈവത്തിന്റെ. 292 ഇതിന്റെ അവസാന ഭാഗം
ഇതാണ് മറ്റൊരു അഭിഷേകം. നമ്മളൊരു വചനം ആഗ്രഹിച്ച് തുറക്കുമ്പോൾ തന്നെ അത് കിട്ടും. കാറ്റഗിസം കണ്ടല്ലോ, തുറന്നപ്പോൾ തന്നെ അത് കിട്ടും. ഇതിന് വിശദമായിട്ട് പോകുന്നില്ല, അതിന്റെ ആ ഒരു ഭാഗം മാത്രം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവിടുന്ന് പിതാവാണ്, ദൈവമാണ്, സൃഷ്ടാവാണ്, വിധാതാവാണ്, ക്രമദായകനാണ്, എല്ലാം ക്രമീകരിക്കുന്നവനാണ്. അവിടുന്ന് സ്വയമായിട്ടാണ് സർവ്വതും സൃഷ്ടിച്ചത്. അതായത് എല്ലാവരും തെറ്റുപറഞ്ഞേ, അതായത് തന്റെ വചനവും ജ്ഞാനവും വഴിയാണ്. അതായത് പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം. പുത്രൻ വലത് കരം, പരിശുദ്ധാത്മാവ് ഇടത് കരം. സൃഷ്ടി പരിശുദ്ധ ത്രിത്വത്തിന്റെ പൊതുപ്രവൃത്തിയാണ്. സൃഷ്ടി പരിശുദ്ധ ത്രിത്വത്തിന്റെ, അപ്പൊ ഇതാണ് ത്രിത്വൈക ദൈവം. ത്രിത്വൈക ദൈവം സകലതും സൃഷ്ടിക്കുന്നു. എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? എല്ലാവരും ഒന്ന് രണ്ട് കരം ഇങ്ങനെ എടുത്ത്. എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? ഇതാ ജ്ഞാനവും വചനം. അപ്പൊ ആ വചനം പുത്രന്റെ അകത്തുണ്ട് വചനം. പക്ഷേ പരിശുദ്ധാത്മാവ് കൂടി ചേരുമ്പോ ആദിയിൽ ശബ്ദം. അതാണ് പ്രവചനം. പ്രവചനത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. ദൈവവചനം ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കും. അതുകൂടി ഇത് വലിയ അർത്ഥമാണ്. ദൈവപിതാവിന്റെ രണ്ട് കരങ്ങൾ പോലെയാണ് വചനവും പുത്രനും പരിശുദ്ധാത്മാവും. അതുകൂടി കാര്യം മനസ്സിലാക്കില്ലേ? ഇനി ഇടയ്ക്ക് നിങ്ങൾ ആൾക്കാരെ കാണുമ്പോ CCC 292 ഈ ജ്ഞാനം സഭാപിതാവായ ഇറേനിയൂസിന്റെ പ്രബോധനമാണ്. പിതാവിന് രണ്ട് കരങ്ങളാണ്, ഈശോയും പരിശുദ്ധാത്മാവും. വളരെ എളുപ്പം മനസ്സിലായി. അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? വചനവും. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതും ഇപ്പോ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഇതിനെയാണ്. എന്താണത്? ജ്ഞാനവും. അതുകൊണ്ട് 7:12 ജ്ഞാനം 7:12 എന്താ വായിച്ചത്? അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്, എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. സോളമൻ കുറെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ജ്ഞാനമാണ് അവന്റെ ജനനി. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം? എൻ്റെ വേറെ ഒരു പ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ നമ്മുടെ കിങ്ഡം മിനിസ്ട്രിയുടെ ഒരു ശുശ്രൂഷയാണ് അനിമേഷൻ ഫിലിം ജീസസ് വണ്ടർ. ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം
എല്ലാ ഈശോ ചെയ്ത അത്ഭുതങ്ങളെല്ലാം അനിമേഷൻ ആക്കിയിട്ടുണ്ട്. അനിമേഷൻ അതൊരുപാട് പേര് കാണുന്നുണ്ട്. ഏതാണ്ട് 1,50,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ചാനൽ. ജീസസ് വണ്ടർ അനിമേഷൻ യൂട്യൂബിലെടുക്കാം. പക്ഷെ ഇപ്പോ അത് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് അവരും ചാനൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ല, നമ്മളൊരു കോപ്പി റൈറ്റും ക്ലെയിം ചെയ്യണില്ല. പലരും പറഞ്ഞു ബ്രദറെ മറ്റുള്ളവര് കോപ്പി റൈറ്റ് അടിച്ചു വെക്കും, പിന്നെ ബ്രദറിനെ ഇത് പ്രചരിപ്പിക്കാൻ പറ്റില്ല. കർത്താവില്ല അതിന്റെ ആൾക്കാർ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ ഞാനിത് പറഞ്ഞു, അത് ബ്രദർ ഉണ്ടാക്കിയതാണോ? ഞങ്ങൾ വിചാരിച്ചത് അമേരിക്കയില് ആന്ധ്രാപ്രദേശോ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്പീഡ് കുറവാണ്. എന്ത് വേണം പിള്ളേർക്ക്? സ്പീഡുള്ളത് വേണം, സാധാരണ സ്പീഡ് വേണം. എന്റെ ഗ്രാൻഡ്സൺ 19 വയസ്സായി. അവൻ കുറെ നാമം പറഞ്ഞു, പാപ്പാ ഞാൻ കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. അപ്പൊ എനിക്ക് തോന്നി ജീസസ് വണ്ടർ കാണാം. ജീസസ് വണ്ടർ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനിമേഷൻ ഫിലിമിനെ കുറിച്ചോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചോ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ യാതൊന്നും പഠിക്കാത്ത എനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ചെയ്യാൻ പറ്റി? എങ്ങനെ ചെയ്യാൻ പറ്റി? ചില സമയത്ത് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് കുറേ സമയം ഇരിക്കും, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് ഓർക്കുന്നത്, മനുഷ്യനെ രക്ഷപ്പെട്ടത് ജ്ഞാനം. അവൾ സകലതും രൂപപ്പെടുത്തുന്നത്. ജ്ഞാനം 8:1 വായിച്ചു. ജ്ഞാനം 8:1. സകലതും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. ഒരുപാട് പേര് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പഠിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കും, ഈ ജ്ഞാനം എന്ന് പറഞ്ഞൊരു പുസ്തകം ബൈബിളിൽ ഉണ്ടെന്നറിയോ? അല്ല, എന്റെ ബൈബിളിൽ അതില്ലല്ലോ. അപ്പൊ മനസ്സിലായി, ഇതിന്റെ ഇതിലുള്ള ബൈബിള് ഏത് ബൈബിളാണ്? ഏത് ബൈബിളാണ്? പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഇതില്ല, ജ്ഞാനത്തിന്റെ പുസ്തകം. അതാണ് അവരുടെ പ്രശ്നം. മനസ്സിലായി? നമ്മളവരെ കുട്ടികളുടെ കാര്യം. അപ്പൊ അവരോട് പറയണം, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണം. ഇത്രയും ബൃഹത്തായ, ഇത്രയും സമുഷ്ടമായ ഈ ഗ്രന്ഥമുണ്ടായിട്ട് നമ്മൾ എത്ര പേര് അത് എല്ലാ ദിവസവും വായിക്കുന്നു? മനസ്സിലായ എന്താണ് നമ്മുടെ സഭയിലെ കുറവ്? ഇതെല്ലാം കയ്യിലുണ്ട്, അതവിടെ ഇടുന്നു. ജ്ഞാനം 7:25. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. ദൈവശക്തിയുടെ ശ്വാസം. എന്തിനും പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം ശ്വാസം വേണം. എന്ത് ജീവിക്കും? പ്രവർത്തനം നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ദൈവശക്തി നമ്മൾ പ്രവർത്തിക്കണോ?
നോക്കി, എന്താ ദൈവശക്തി നമ്മൾ പ്രവർത്തിക്കാത്തത്? ശ്വാസമില്ല. ചില അമ്മമാര് ഗർഭിണികളെ വന്നിട്ട് എന്തോ കൊച്ചിന് കുഴപ്പമുണ്ട്, കൊച്ചിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നില്ല, എന്നുവെച്ചാൽ ശ്വാസമില്ല. ഡോക്ടർ പറയുന്ന അബോർട്ട് ചെയ്ത് കളയണം. പ്രാർത്ഥിച്ചപ്പോൾ ശ്വാസം വന്നു, ഹൃദയമിടിപ്പ് ശരിയായി. ദൈവശക്തിയുടെ ശ്വാസമാണ് എന്ത്? ഒന്ന് ചോദിച്ചേ. അവൾ ദൈവശക്തിയുടെ ദൈവശക്തിയുടെ സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസരണമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ. നിത്യ തേജസ്സിന്റെ പ്രതിഫലനം, അതായത് മിറർ പോലെ നിത്യ തേജസ്സിന്റെ. ഇതിങ്ങനെ ഒരു സെന്റൻസ് വായിച്ചിട്ട് ആഴത്തിൽ മനസ്സിലാക്കി അത് നമ്മുടെ ഉള്ളിൽ ആഴമായിട്ട് ചൂഴ്ന്നിറങ്ങണം. 27:27 വായിച്ച്. ഏതെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രവചനവരം നമ്മളിൽ പ്രവർത്തനം ആകാത്തത്? ഈ പ്രവചനവരം ദൈവത്തിന്റെ നേരിട്ടുള്ള ജ്ഞാനത്തിന്റെ പ്രവർത്തനമാണ്. മാത്രമല്ല, ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കുടുംബസ്ഥരായിട്ടുള്ളവർക്കും, കുടുംബസ്ഥർക്ക് മാത്രമല്ല, കന്യാസ്ത്രീമാരായാലും അച്ഛന്മാരായാലും എല്ലാവരുടെയും ഉത്കണ്ഠ നമ്മുടെ മക്കളും കുഞ്ഞുമക്കളുടെ അവസ്ഥയാണ്. അതിനെ അവർ ടെലിഫോണിന് അഡിക്റ്റാണ്. ചിലവരെടുത്ത് 2 ഫോണാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ ബുദ്ധിയിൽ ഈ കുറെ സംഭവങ്ങൾ കയറിയിട്ട് അവർക്ക് പഠിക്കാനും സമയമില്ല, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പരീക്ഷ പാസ്സാവുന്നില്ല. മണിക്കൂറുകളോളം ഫോണിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. കുർബാനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒന്നും കിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ശരിയാണോ? ശരിയല്ലേ? കന്യാസ്ത്രീമാരിൽ പറയും, എന്റെ ചേട്ടന്റെ മോനെ മോട്ട അവരുടെയും ഹൃദയത്തിൽ കുടുംബകാര്യങ്ങളാണ്. കുടുംബകാര്യത്തിൽ എന്താണ്? നമ്മുടെ ഈ മക്കൾക്ക് പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഡിപ്രഷനായി, മാനസിക രോഗമായി. പിന്നെ ഡോക്ടർക്ക് കൊണ്ടുപോയി, ഡോക്ടർ മരുന്ന് കൊടുത്തു. അപ്പൊ മനസ്സ് ഫ്രീസായി, പിന്നെ ചിരിച്ചോണ്ടിരിക്കപ്പെടും. ഡിപ്രഷൻ എന്താണ്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങൾ അത് നിറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ നോർമൽ പ്രവർത്തനത്തിന് ആവശ്യമായ ദൈവിക ശക്തി അതിനകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റില്ല. CCC 1718. CCC 1718.
1718 അവസാന ഭാഗം പറയാണ്, എന്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. എന്തെന്നാൽ ശ്രദ്ധിക്കണം, എല്ലാവരും പറഞ്ഞ്, എന്തെന്നാൽ എന്റെ ശരീരം എന്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങിൽ നിന്ന് ജീവിക്കുന്നു. ഇവിടുത്തെ ഈ മൈക്ക് സിസ്റ്റം ഒക്കെ മാറേണ്ട ഒരുപാട് സമയമായി. ആരെങ്കിലും ഇച്ചിരി സഹായിച്ചിട്ടൊക്കെ ഒന്ന് മാറ്റാൻ നന്നായിരിക്കും. കേട്ടോ, വിശുദ്ധ അഗസ്തീനോസിന്റെ വലിയൊരു പ്രബോധനമാണ്. എന്റെ ആത്മാവിൽ നിന്ന് എന്റെ ശരീരവും മനസ്സും ആത്മാവിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് ജീവിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ ഈ പേഴ്സണൽ പേരിന്റെ ഈ കടലാസിന്റെ അകത്ത് കുറെ ചക്രങ്ങളും ട്രയാങ്കിളും ഒക്കെ വരച്ചിട്ടില്ലേ? ആ ചക്രങ്ങള് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസാക്ഷി, നമ്മുടെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, സുബോധ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ജീവിക്കുന്നത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന കർത്താവിൽ നിന്ന് ഒഴുകുന്ന ശക്തി കൊണ്ടാണ്. ഇതൊന്നും കേട്ടെ, എന്റെ ശരീരം എന്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന്. ഇങ്ങനെ ഒരു സെറ്റിംഗ് ആണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിന്നെ ഞാൻ സൃഷ്ടിക്കുന്നത് എന്നെ പോലെ തന്നെയാണ്. എന്നാൽ നീ ജീവിക്കുന്നതിൽ എന്റെ പങ്കാളിത്തം വേണം. എന്നിൽ നിന്നൊഴുകുന്ന ദൈവിക ശക്തിയാലാണ് മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ശക്തി ഒഴുകാനും നമ്മുടെ ആത്മാവിൽ നിന്ന് മനസ്സിലേക്കും ശരീരത്തിലേക്കും അത് പ്രസരിക്കാൻ. ഞാൻ ചില ദിവസങ്ങളിൽ 18 മണിക്കൂർ നിന്ന നിലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ചിലവർക്ക് അഭിഷേകം തോന്നുന്നത് എങ്ങനെ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു. ചില അച്ഛന്മാരോട് കൂടി ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് പള്ളിപ്രസംഗം നടത്തണമെങ്കിൽ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിരുന്ന്, നീ എങ്ങനെ ഇത്ര മണിക്കൂറുകളോളം ഇങ്ങനെ നിന്ന നിലയിൽ പറയണം. അതിന്റെ കാരണം ഇതാണ്, എന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ട് എന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും പകർത്തും. ഇത് നേരത്തെ മനസ്സിലാക്കി വെളുപ്പിനെ ചെയ്ത പോലെ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഡിറ്റ് ഫുൾ ടാങ്ക് പെട്രോൾ എടുക്കണം. നമ്മൾ നിറയണം, നമ്മുടെ ആത്മാവ് നിറയണം. ഈശോയെ ഇന്ന് വൈകുന്നേരം വരെ നിന്ന് നെപ്പിൽ പറയാനുള്ളതാണ്, ജോലി ചെയ്യാനുള്ളതാണ്, അങ്ങയുടെ ജോലിയാണ്. അതുകൊണ്ട് അതിനുള്ള ശക്തി എന്നിലേക്ക് കൊടുക്കണം. എപ്പോ വേണമെങ്കിലും ആളുകൾ വരാം, ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലയ്ക്കോ. പണ്ടൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്ക് പനിക്കരിച്ച പെട്ടെന്ന് വരാം, ഒരു പ്രീച്ചർ വന്നില്ല, ഒരു ക്ലാസ് എടുക്കാം, വന്നു കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ്
എന്ത് സബ്ജക്റ്റാണ് പറയണേ? ഇന്നർ റീഡിങ്. ഓക്കെ, ഇന്നർ റീഡിങ്. മണിക്കൂർ 2 മണിക്കൂർ തീപ്പൊരി ഇന്നർ റീഡിങ്. ഇതെങ്ങനെ സംഭവിക്കണം? നമ്മളെപ്പോഴും റെഡിയായിരിക്കണം. ആര് വിളിച്ചാലും പോകാനും പറയാനും, ആര് വന്ന് ചോദിച്ചാലും സഹായിക്കാനും എപ്പോഴും റെഡിയായിരിക്കണമെങ്കിൽ അതിന് വേണ്ട പ്രധാന ഘടകം വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. പേഴ്സണൽ പ്രേയർ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം ഈ വരദാനങ്ങളുടെ ക്രയവിക്രയത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാന ഒന്ന് ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനം. നമ്മൾക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ദൈവിക ജ്ഞാനത്തിലൂടെ. ക്ഷമിക്കണം, ഞാൻ എപ്പോഴും പറയണ ഒരു ഉദാഹരണം പറയാൻ പോയാണ്. ചിലർ പറയും, ബ്രദറെ പുതിയ ഉദാഹരണങ്ങൾ എന്തെങ്കിലും പറയും. പക്ഷേ ഈ സംഭവം ആണ് ഇങ്ങനെ ഒരു വരദാനത്തിന്റെ ട്രെയിനിങ്ങിന് തന്നെ എന്നെ പ്രചോദിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ കേട്ടും അടുത്തവരൊന്നുകൂടി കേൾക്കും. പുതിയ ആളുകൾക്കും അത് നന്നായിരിക്കും, കേട്ടിട്ടുള്ളവരെ അത് കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഞാനടുത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ധ്യാനം നടത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ 2 ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യില്ല, ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പറഞ്ഞു എന്താ കാണിക്കുന്നു. എന്റെ 2 ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യില്ല, അതിന്റെ കാരണം എന്താണെന്ന് സാർ ഒന്ന് പ്രാർത്ഥിച്ച് പറയും. ദർശനവരുണ്ടല്ലോ, ദർശനവരുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ദർശനവരും ഭൗതിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എഴുതിയേക്കുന്നത്. അത് ആത്മീയ കാര്യങ്ങൾക്കാണ്. 1 കൊറിന്ത്യർ 14:26. 1 കൊറിന്ത്യർ 14:26. നിങ്ങൾക്ക് ഒരു ദർശനമോ സഹോദരനെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇവയെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്? എല്ലാവരും കരങ്ങളിൽ പറഞ്ഞേ, ആത്മീയ ഉത്കർഷത്തിനായി. അങ്ങനെ എഴുതിയിട്ടുള്ളൂ, അങ്ങനെ എഴുതിയിട്ടുള്ളൂ. എവിടെയാണ്? 14:26. 1 കൊരിന്ത്യർ 14:26. ഇവയെല്ലാം ആത്മീയ ഉത്കർഷം. അപ്പൊ നമുക്ക് ദർശനം കിട്ടുമായിരിക്കും, പക്ഷേ അതിന്റെ അർത്ഥം ആത്മീയ ഉത്കർഷത്തിനുള്ളതാണ്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ ഈ ദർശനവരം ഉപയോഗിക്കുമ്പോൾ അത് ഭൗതിക കാര്യങ്ങളുടെ ഒരു നിഗമനത്തിന് വേണ്ടിയല്ല. ഇവിടെയാണ് നമുക്ക് വലിയ തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ വരദാനങ്ങൾ വളരില്ല. അപ്പോ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോ, സാറിനെ പോലെയുള്ള ഒരാള് 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദർശനത്തിൽ 2 ബോട്ട് കണ്ടു. ദർശനത്തിൽ കണ്ടതേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 ബോട്ട് മേടിക്കാൻ. അങ്ങനെ ബാങ്ക് ലോൺ എടുത്ത് ഞാൻ ബോട്ട് മേടിച്ചു. പക്ഷെ ബോട്ട് ഓടുന്നില്ല. 2 വർഷമായിട്ട് വെറുതെ കിടക്കാണ്. 2 വർഷമായിട്ട് 2 ഫിഷിംഗ് ബോട്ട് വെറുതെ കിടക്കണം. ഞാൻ ബാങ്കിൽ പലിശ അടച്ചടച്ച് മുടിയാറായിരിക്കണം. എന്തുകൊണ്ട്? ഒരു ദർശനത്തിന്റെ വ്യാഖ്യാനത്തിൽ പറ്റിയ തെറ്റുകൊണ്ട്. എനിക്ക് ഷോക്കായി പോയി. ഇങ്ങനെ തെറ്റുപറ്റുമോ? തെറ്റുപറ്റാം. തെറ്റുപറ്റിയാൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും. അപ്പൊ ഇയാളുടെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ദർശനത്തിൽ 2 ബോട്ട് കണ്ടു എങ്കിൽ നമുക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാം. അതിന്റെ വ്യാഖ്യാനം എന്താണ്? വ്യാഖ്യാനിക്കണം. ക്ലിയർ ആയിട്ട് കണ്ടതാണ്.
ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കണം. എന്നാ ഒന്ന് പ്രാർത്ഥിക്കുക സാറേ, ഒന്ന് പ്രാർത്ഥിക്കുക. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ജ്ഞാനത്തിന്റെ വചനം എന്നാണ് ആ വചനത്തിന്റെ, അത് വേറൊരു വചനമാണ്. വിവേകത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ വചനം എന്ന് പറയുന്നതാണ് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. ഈ രണ്ട് വരങ്ങളിൽ ദർശനം കാണുന്നത് വേർഡ് ഓഫ് നോളജ്, നോളജ്. അതിനെ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു വരമാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച ഒറ്റനെ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറയണു, നിങ്ങൾ 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. അതാണ് എന്റെ അർത്ഥം. നിങ്ങൾ 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. ശരിയാണ്, ശരിയാണ് കർത്താവേ, ശരിയാണേ, ശരിയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, വളരെ കറക്റ്റാണ്. ഞാൻ ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറാണ് ഇവിടുത്തെ. എന്നാൽ അതേ സമയത്ത് എനിക്ക് പോണ്ടിച്ചേരിയിൽ ഒരു ഫോറിൻ ലിക്കർ ഷാപ്പ് നടത്തുന്നുണ്ട്. അതാണ് 2 കൂട്ടം. അവിടെ അതിൽ ഇരിക്കുന്നത് എൻ്റെ ഒരേ ഒരു മകനാണ്. അവനിപ്പോ മാനസിക വിഭ്രാന്തിയുമായിട്ടുണ്ട്. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ബോട്ടിലുകളുടെ ലോകത്തിലിരിക്കുകയാണ്. നിങ്ങളുടെ എന്താ ഇവിടെ, ഞാനിവിടെ മൊട്ടക്കുന്നിലെ കശുമാവ് തോപ്പാണ്. മൊട്ടക്കുന്നിലെ കശുമാവ് തോപ്പ് കൃഷി ചെയ്യുന്നവന് ഈ ബോട്ടിന്റെ വലിയ വലുത് പറയും. ഇത് ഞാൻ പറയണതിന്ന് എല്ലാം മനസ്സിലാവുന്നതല്ലോ, ഇല്ലേ? നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ അതിലൂടെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എത്ര ഭയാനകമാണ്. വരദാനങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ അതാണ് പൗലോസ് പറഞ്ഞത്, വരദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം. 1 കൊരിന്ത്യർ 18. ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. എന്താണ് അറിവ്? നമ്മൾക്കുള്ള വരങ്ങൾ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നുള്ള അറിവ് വരും. ഓക്കെ, അപ്പോ ഇതിന്റെ എല്ലാം കാപ്പിയുടെ സമയമല്ലേ? റെഡിയാണോ? അവിടെ റെഡിയാണോ? ഞാൻ പേഴ്സണൽ പേര് നടത്താന്ന് അയച്ചു വന്നതാണ്. പക്ഷേ ഇപ്പൊ ടോക്കിലേക്കാണ് അത് പോയത്. പക്ഷെ ഇത് ആവശ്യമല്ലേ? ഇത് വളരെ ആവശ്യം, വളരെ ആവശ്യം. ഇനി ചില സമയത്ത് എനിക്ക് ഈ പേഴ്സണൽ പേര് നടത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം. യാത്രയായിട്ടും ഫ്ലൈറ്റിലായിട്ടും അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഇത് മുടങ്ങിയാൽ അത് റിപ്പയർ ചെയ്യാൻ കുറെ ദിവസം എടുക്കാം. ഒരു ദിവസം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനല്ലേ? ഒരു ദിവസം പ്രാർത്ഥിക്കുക എന്ത് പറയും? ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ഒരു ദിവസം മുടങ്ങിയാൽ അത് ഫില്ലപ്പ് ചെയ്യാൻ നമുക്ക് കുറെ ദിവസം കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാലും പേഴ്സണൽ പേര് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരു മറുമരുന്ന് ഇതാണ്, അറ്റ്ലീസ്റ്റ് കുറച്ച് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ്? Fill me, fill me, fill me, love, joy, peace. Fill me, fill me, fill me, സ്നേഹം, ശാന്തി, ആനന്ദം. ഇത് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. Fill me, fill me.
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം, ശാന്തി, ആനന്ദം. Fill me, fill me, fill me. Love, joy, peace. Love, joy, peace. Fill me, fill me, fill me. ഇങ്ങനെ ഒന്ന് ആത്മാവിന്റെ ഫലങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക. രണ്ട്, fill me, fill me, fill me. Wisdom, knowledge, understanding. Wisdom, knowledge, understanding. Fill me, fill me, fill me. Wisdom, knowledge, understanding. Wisdom, knowledge, understanding. Fill me, fill me, fill me. മൂന്നാമത് faith, hope and charity. Fill me, fill me, fill me. Faith, hope and charity. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. മൂന്ന് ദൈവിക പുണ്യം. ഇത് മൂന്നിനും വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളിൽ ഒട്ടനെ ഒരു ശക്തി നിറയുന്ന അനുഭവമായിരിക്കും. അങ്ങനെ നമ്മൾ ടോട്ടലി ഡ്രൈ ആവില്ല, കംപ്ലീറ്റ് വരൾച്ചയില്ലാത്തൊരവസ്ഥയായി. ഒരു സൂത്രമൊക്കെ കാരണം ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ പ്രാർത്ഥിച്ച് രാവിലെ ആദ്യം എണീക്കുമ്പോൾ തന്നെ ഇതൊരു അവസരം കുടിക്കണം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ ഒരു ഉണർവായി. അല്ലെങ്കിൽ കുറച്ചേരം കൂടി കിടക്കാം എന്ന് മാത്രം തോന്നും. ഓക്കെ, ഇനി ഇതിന്റെ ഈ പേഴ്സണൽ പെയർ ഇതുപോലെ തന്നെയുള്ള പേഴ്സണൽ പെയർ പ്രാർത്ഥിച്ചാലേ നമ്മളുടെ വരദാനങ്ങൾക്ക് ജ്വലനം ഉണ്ടാകണം. പലർക്കും പലതരത്തിലുള്ള പേഴ്സണൽ പെയർ ഉണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മിൽ വസിക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു സംസർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ഥലമല്ല, അതാണ് മറ്റൊരു ജ്ഞാനം. 2795 പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ എന്നതിന്റെ അർത്ഥം ദൈവം എവിടെയോ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രയോഗം ഒരു സ്ഥലത്തെ അല്ല, അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ആകാശത്തിന് മുകളിലുള്ള ഒരു സ്ഥലമല്ല. ഷോക്കടിച്ചോ? നമ്മളെന്നും വിചാരിച്ചേക്കുന്നത് ആകാശത്തിൽ കരമ്പിൽ അവിടെ എവിടെയോ ഒരു സ്ഥലമുണ്ടെന്ന്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ദൈവത്തിന്റെ വ്യാപ്തി എന്താണ്? ദൈവത്തിന്റെ സൈസ് എന്താണ്? എവിടെ ഇരിക്കും ഈ ദൈവം? അനാദി മുതൽ അനന്തത വരെയുള്ള ആൽഫായും ഒമേഗായുമായ ഇന്നലെയും ഇന്നും എന്നും ഒരാളായ ഈ ദൈവത്തിന് എവിടെയെങ്കിലും ഇരുത്താൻ പറ്റുമോ? ഒരേ ഒരു സ്ഥലമുള്ളൂ ഇരിക്കാൻ, നമ്മുടെ ആത്മാവ്. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം. ഇതിന്റെ എല്ലാം ഭാഷയുടെ അർത്ഥം സുവിശേഷ രഹസ്യങ്ങൾ എന്നാ പറയുന്നത്. സുവിശേഷ രഹസ്യങ്ങൾ. സുവിശേഷം ഒരു രഹസ്യമാണ്. അതിനെ അക്ഷരാർത്ഥത്തിൽ മാത്രം ധ്യാനിച്ചാൽ പോരാ. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം സഭ വന്നിരിക്കുന്ന വ്യാഖ്യാനം പഠിക്കണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ പുണ്യവതി ഇങ്ങനെ പറഞ്ഞു, പ്രിയടിക്കൊരു സഹോദരി എഴുതി. അപ്പോ ബ്രദറെ, പുണ്യവതി പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വിതറുന്നു. അതെവിടുന്നാ പറഞ്ഞേ? ഞാൻ ചോദിച്ചു, നീ ആരാ, നീ എന്താ പഠിച്ചേക്കണേ? ഞാൻ BA കഴിഞ്ഞു. ഇപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ടീച്ചേഴ്സിനെ ആകാനുള്ള
നീ ടീച്ചറാകാതിരിക്കാൻ നല്ലത് തോന്നി. ക്ഷമിക്കണം. കാരണം ഇത്രയും പഠിച്ചിട്ട് നിനക്ക് സ്വർഗം എവിടെയെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ എന്താ നീ പഠിച്ചേ? കാരണം നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രി, ആൾജിബ്ര, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി, tan theta, cos theta, coplanar forces, Pythagoras, ഇതൊക്കെ പഠിച്ചു വിചാരിച്ചുകൊണ്ട് സ്വർഗരാജ്യം അറിയോ? ഈശോ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം നീ എന്താ പഠിക്കണം? സ്വർഗരാജ്യം എന്താണെന്നും അതിന്റെ നീതി എന്താണെന്നും പഠിക്കുക. ഇപ്പൊ ഒരിക്കൽ ഒരാളെന്നെ വിളിച്ച് ചോദിച്ചു, ബ്രദറെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നാട്ടില്, അത് കഴിഞ്ഞ് കാനഡയിൽ വന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയാണ്. അത് കഴിയുമ്പോൾ എനിക്ക് PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഒരു ഐഡിയ ഇല്ല. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്ക് എങ്ങനെ ഇവിടുത്തെ ഒരു PR കിട്ടും എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി കിട്ടും. ഞാൻ പറഞ്ഞത് എല്ലാവരും അവിടെ പോയിട്ടാണോ പഠിച്ചത്? ഞങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, പള്ളി സ്കൂളിൽ പോകുമല്ലേ. എന്നിട്ട് എന്താ പറയും? നമ്മൾ പഠിക്കാൻ ഫോറിനിൽ പോകണം, അതിന് കുറെ ബാങ്ക് ലോൺ എടുക്കണം, അവസാനം അത് തലയിൽ വെച്ചിട്ട് മാതാപിതാക്കൾ ഓടി നടക്കണം. പ്രാർത്ഥിക്ക് 50 ലക്ഷത്തിന്റെ ബാങ്ക് ലോണാണ് മക്കളെ പഠിപ്പിക്കാൻ എടുത്തത്. അവൻ ജോലി കിട്ടണില്ല. ഇപ്പൊ അറിയാണ് അവൻ കഞ്ചാവ് ഓടിച്ച് അവിടെ കിടന്ന് കറങ്ങാണ്. എന്ത് ചെയ്യും? നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് എന്ത് കിട്ടാനാണ്? എങ്ങനെ ഈ ലോൺ അടയ്ക്കും? കുടുംബം പുഴയിടം ലഭ്യമാവും. ഇതാണ് ഒരാളെ പഠിപ്പിച്ചതിന്റെ അവസ്ഥ. മര്യാദയ്ക്ക് ഇവിടെ പഠിച്ചപ്പോൾ എന്താ ഇതിന്റെ കാരണം? ജ്ഞാനമില്ലാത്ത ഒരവസ്ഥ. ജ്ഞാനമില്ലാതെ എന്തെല്ലാം പഠിച്ചിട്ട് ദൈവത്തിന് സ്തുതി. എനിക്ക് ആദ്യ കാലങ്ങളിലെ കിട്ടിയ ഒരു വലിയ ദൈവത്തിന്റെ കൃപ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 50 വർഷത്തിൽ, അതായത് അരനൂറ്റാണ്ടിൽ ഉപരിയായിട്ട് എല്ലാ ദിവസവും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ആദ്യം ജോലി ചെയ്തത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലാണ്. ആലോചിച്ച് നോക്കും, എന്തോ ഒരു ഭയാനകമായ കമ്പനി എന്ന് വേണം പറയാൻ. ഒരു വശത്ത് കൽക്കരി മിഷനുകൾ, ആ കൽക്കരി മിഷനിലായിരുന്നു ആദ്യത്തെ ജോലി. രാവിലെ ചെല്ലുമ്പോൾ ഇതേമായി ടിപ്ടോപ്പാക്കി, വൈകുന്നേരം വരുമ്പോ ഒരു കരിക്കട്ടമായി കയറി, പല്ലും കണ്ണും മാത്രം വെളുത്തിക്കും, ബാക്കി മുഴുവനും കറുത്ത് കരിക്കട്ട പോലെ. അവിടുന്ന് വരുമ്പോ ശർക്കരയും പഴവും തരുന്നത് കഴിച്ചോണമെന്ന്. കാരണം ഈ കൽക്കരി മുഴുവനും അകത്ത് പോയിട്ട് അതങ്ങ് ഇടയിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് ഒരു ജർമ്മൻ കമ്പനിയുടെ ഒരു മെഷീൻ ഈ ടാറ്റ കമ്പനി മേടിച്ചു. അവിടുന്ന് ജർമ്മൻ എഞ്ചിനീയർ ഇത് വർക്ക് ചെയ്യാൻ വന്നു. ഞാൻ ആ ജർമ്മൻ എഞ്ചിനീയറിന്റെ സഹായിയായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോ ഒരു മാസം മുഴുവൻ കൊണ്ട് ഇത് അസംബിൾ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കണം. വലിയ കോൾ ക്രഷർ, കൽക്കരിയുടെ പൊടിക്കണ വലിയ യന്ത്രം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ബാധ്യമാണ്. പക്ഷേ ഈ മെഷീൻ വർക്കായില്ല. ജർമ്മൻ എഞ്ചിനീയർ ആകെ വെപ്രാളത്തിലായി. ജർമ്മൻസ് ടെക്നോളജിയിൽ ഇത്രയും അഗ്രഗണ്യരാണെങ്കിലും ഈ മെഷീൻ വർക്കായില്ല. അയാള് അന്നൊക്കെ ഇവിടെ ഫോൺ ഇങ്ങനെയൊന്നുണ്ട്, ട്രങ്കോള് ലൈറ്റിംഗ് കോളൊക്കെ നടത്തി ജർമ്മനി കമ്പനിയുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്ത് നോക്കി. അവരുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ചു, പ്രോബ്ലം ഷൂട്ടിംഗ്, റിപ്പയർ എന്ത് ചെയ്തിട്ടും സംഭവം വർക്ക് ചെയ്തില്ല. അങ്ങനെ അവസാനം അവർ പറഞ്ഞ് തിരിച്ചു പോരെ, നമുക്ക് ഈ മിഷൻ പുതിയത് അയച്ചു കൊടുക്കാം, വേറെ അയക്കാം, അല്ലാണ്ട് നിവർത്തിയില്ല, ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. നിസാര കാര്യമാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള മെഷീൻ. ഇയാൾ തിരിച്ചു പോയി. ഒരു ജർമ്മൻ എഞ്ചിനീയർ, ടെക്നോളജിയിൽ അഗ്രഗണ്യനായ ഒരാൾ തന്റെ ദൗത്യം നിർവഹിക്കാതെ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്
എന്തോ ഒരു എക്സ്പെർട്ടൈസാണ്. പക്ഷെ ഇയാൾക്ക് പറ്റില്ല. ഇപ്പൊ നാം പോകണം. അങ്ങനെ ഇരിക്കെ ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ലെങ്കിലും ഇത്രയും ദിവസം ഇതിന്റെ കൂടെ പണിത് നമ്മളും നമ്മളുടെ ഒരു പാഷനായി ഈ വിഷയം. ഞാനങ്ങ് മനസ്സ് മടുത്തു. ഇത്രയും കഷ്ടപ്പെട്ടത് പണിതു. ഈ അതിന്റെ സർവീസ് മാനുവലിൽ എഴുതിയേക്കുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തു. ഓരോ ചെക്ക് ലിസ്റ്റ് ഇന്നത് ചെയ്തു ഒക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യാനില്ലോ. ഞാൻ പിറ്റേ ദിവസം ഈ മെഷീന്റെ അടുത്ത് പോയി അങ്ങ് ഇരിക്കാൻ. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഗുഹയിൽ ഇരുന്നപ്പോ ഒരു എട്ടുകാലിയുടെ വല ഉടഞ്ഞു പോയത് പണിയണ നേരത്ത് അയാൾക്കുണ്ടായ ഒരു ബോധോദയമായിരുന്നു, പണിയണം, വീണ്ടും പണിതുയർത്തണം. അതാണ് അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസാന്തരം. എന്ന പോലെ ഞാൻ ഈ പരാജയത്തിന്റെ കൊടുമുടിയിൽ ഇരുന്ന് മനസ്സ് നൊന്തിരിക്കുമ്പോ പെട്ടെന്ന് ഈ എട്ടുകാലിയുടെ ഒരു ഗുണം അറിയോ? അതെന്നറിയണതല്ല. എട്ടുകാലിയുടെ ഉള്ളിൽ തന്നെയാണ് അതിനെ രക്ഷിക്കാനുള്ള വഴി. അത് താഴോട്ട് വീഴാൻ പോവുകയാണെങ്കിൽ ഉടനെ അതിന്റെ ഒരു പശ അതിന് മുകളിൽ എട്ടുകാലിയുടെ എന്താ പറയുന്നത്, സ്പൈഡർ സിൽക്ക് എന്ന് പറയും. സിൽക്ക് എട്ടുകാലിയുടെ അകത്ത് ഒരു സ്റ്റോറേജ് ഉണ്ട്. അതിന്റെ ഒരുതരം സിൽക്കാണ്. അതൊരു പശയാണ്. ആ പശ ഒന്ന് ഒട്ടിക്കും. പശ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ശക്തമായ പശയാണ്. എന്നിട്ട് അതിനൊരു നൂലിങ്ങനെ വന്നിട്ട് എട്ടുകാലി ആ നൂലിൽ തൂങ്ങി കിടക്കും. എട്ടുകാലിക്കൊന്നും പറ്റില്ല. ഇനി ആ പശ കൊണ്ടാണ് എട്ടുകാലി ചെലന്തി വല ഉണ്ടാക്കണം. സകലതും എത്ര മനോഹരമായിട്ടുണ്ടാക്കണം. ആ എട്ടുകാലിയുടെ ആ സ്പൈഡർ സിൽക്ക് കളക്ട് ചെയ്ത് ഭയങ്കര ശക്തമായ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. എനിവേ, അപ്പൊ ഈ എട്ടുകാലിയെ പോലെ നമ്മളെ രക്ഷിക്കാനുള്ള വഴി നമ്മുടെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി. ഞാനിങ്ങനെ ഇരിക്കുമ്പോ, പരാജയത്തിൽ ഇരിക്കുമ്പോ എന്റെ ഉള്ളിൽ ഒരു ചിന്ത, നമ്മൾക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് ദൈവത്തിന് അറിയാമായിരിക്കുമല്ലോ. എനിക്കന്ന് ഭയങ്കര ചമ്മലാണ് ഉണ്ടായത്. ദൈവമേ, ഈ കാലം അത്രയും ഞാൻ ഇതെല്ലാം പണിതിട്ട് ദൈവത്തിനോട് ചോദിച്ചില്ലല്ലോ, എന്താണ് ഇതിന്റെ കാര്യം? ജർമ്മനിക്ക് ട്രങ്കോള ചെയ്ത് അവരിതൊക്കെ ചെയ്തുവെങ്കിലും നമ്മളൊരു ദൈവവിശ്വാസിയായിട്ട്. അപ്പോ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറയാണ്, എൻ്റെ ആദ്യത്തെ ഒരു ദൈവാനുഭവമാണ്, അറ്റ് ലാസ്റ്റ് യു നോ ദാറ്റ് ഐ നോ എവരിതിങ്. അവസാനമായിട്ട് നീ മനസ്സിലാക്കി എനിക്ക് എല്ലാം അറിയാമെന്ന്. അല്ലേ? നീ വിചാരിച്ചിരിക്കുന്നത് നിനക്കെല്ലാം അറിയാം. എനിക്ക് വലിയ സന്തോഷമായി ഉത്തരം കിട്ടി. പ്രശ്നത്തിന് പരിഹാരമായി എന്നുള്ള ഒരു വലിയ കണ്ടെത്തലായിരുന്നു. കർത്താവേ, അമ്മയുടെ ജ്ഞാനത്തിന് എല്ലാം അറിയാം. എന്തിനു പറയണു? കർത്താവേ, ഒന്ന് പറഞ്ഞതായി എന്താണ് ഈ പ്രശ്നം? ഒട്ടനെ എനിക്കൊരു ഐഡിയ വരിക. നമ്മൾ ഇത്രയും ദിവസം ആരും ചിന്തിക്കാത്ത എന്നാൽ വളരെ ലളിതമായ, വളരെ നിസ്സാരമായ ഒരു കാര്യം ഞാനത് പറയാം. നിങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല. അതായത് ഈ എഞ്ചിൻ അല്ലെങ്കിൽ മെഷീൻ ജർമ്മനിയിൽ നിന്ന് വരുന്നുവെങ്കിലും അതിൽ ഒഴിക്കേണ്ട ഒരു ഫ്ലൂയിഡ്, ഒരു ഹൈഡ്രോളിക് ഓയിൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഉണ്ടാക്കിയത് കൊണ്ടല്ല, ഈ
ജർമ്മനിയിൽ അവിടെ സ്പെസിഫിക്കേഷൻ എഴുതിയിരിക്കുന്നത് ഫിൽ 185 liters of oil ഫസ്റ്റ്, എന്നിട്ട് മെഷീൻ പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടി 5 ലിറ്റർ വീണ്ടും കൂട്ടും, ഫിൽ ചെയ്യുക. പക്ഷേ ഈ 155 ലിറ്റർ വെച്ചിട്ട് ഇത് അങ്ങനെയില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എഴുതിയില്ല. 155 ലിറ്റർ ഓയിൽ ഒഴിച്ചാൽ മെഷീൻ പറയുകയും എന്നിട്ട് സ്പീഡ് കൂട്ടാൻ വീണ്ടും 5 ലിറ്റർ ഒഴിക്കാന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ ജ്ഞാനം ഇതാണ്, ഈ ഹൈഡ്രോളിക് ഓയിലിന്റെ വിസ്കോസിറ്റി, അതിന്റെ ആ തിക്നെസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ജർമ്മനിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒരല്പം കൂടുതലാണെങ്കിൽ 185 ലിറ്റർ വേണ്ട, അതിൽ കുറച്ച് നോക്കണം. ഇറ്റ് ഈസ് ക്വൈറ്റ് റീസണബിൾ. ഈ വേറൊരു രാജ്യത്തെ പദാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കുന്നതും ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ അല്പം വ്യത്യാസം ഉണ്ടാകാലോ. അപ്പൊ ഞാനൊരു ഇൻസ്പെക്ടർ കൂടിയായിരുന്നു. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ഗവേഷണം. അപ്പൊ അതിൽ 1% വരെ അത് അലൗഡാണ്. 1% വ്യത്യാസം. 5 ലിറ്റർ ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു കളയുക, എടുത്ത് മാറ്റുക. അപ്പൊ മിഷൻ പറയും. എനിക്ക് ഐഡിയ കിട്ടിയിട്ട് ഞാൻ തുള്ളി ചാടി എന്റെ ചീഫ് എഞ്ചിനീയർ അടുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമിഴനാണ്. ഇങ്ങനെ സിഗരറ്റ് വലിച്ചിങ്ങനെ തലമുറയാണ് പ്രശ്നം പരിഹാരം. പ്രശ്നത്തിന് പരിഹാരം സിഗരറ്റ് വലിക്കാർക്ക് അതാണ്. വലിച്ചുകൊണ്ടേയിരിക്കും പ്രശ്നം പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഐഡിയ. അന്ന് ജർമ്മൻ എഞ്ചിനീയർ പണം മുടിയാത്ത കാര്യം നീ എപ്പോഴും പണം. നമ്മുടെ വിചാരിച്ചിരിക്കുന്നത് ഫോറിനേഴ്സ് ആണ്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ പറയണമെന്ന് കേൾക്കുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓടുകയാണില്ല. അവിടെ പോയി ആൾക്കാരെ വിളിച്ച് മെഷീൻ അഴിച്ച് 5 ലിറ്റർ ഓയിൽ അതിനകത്ത് ട്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പട്ടണം നീ പട്ടണം നിനക്കാതെ ഐഡിയ കിട്ടി. എന്ത് ചെയ്താലും അയാളെ സംബന്ധിക്കില്ല. അങ്ങനെ എന്നെ കൊണ്ടൊരു പട്ടണം അമർത്തിച്ചിട്ടോ ഒരു ഭയാനകമായ ശബ്ദത്തോടെ ഈ എഞ്ചിൻ വർക്ക് ചെയ്യാൻ ഉടനെ ടെലക്സ് അയച്ചു ജർമ്മനിയിലേക്ക്. അവർക്ക് അത്ഭുതം ഇതെങ്ങനെ പ്രവർത്തിച്ചു. ഈ ജർമ്മൻ എഞ്ചിനീയറോട് അവർ പറഞ്ഞു നീ തിരിച്ചു പോയിട്ട് ഫൈൻഡ് ഔട്ട് ഹൗ ദേ കുഡ് ഡു ഇറ്റ്. അങ്ങനെ ജർമ്മൻ എഞ്ചിനീയർ വീണ്ടും തിരിച്ചു വന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ. അപ്പോ എനിക്ക് പ്രൊമോഷൻ കിട്ടി, എനിക്ക് ഡബിൾ ഇൻക്രിമെന്റ് കിട്ടി, ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ. അതിനുശേഷം എന്ത് പ്രശ്നം ആ ഫാക്ടറിയിൽ ഉണ്ടോ ആർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചില സമയത്ത് അർദ്ധരാത്രിയിൽ എന്നെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോയിട്ട് ഞാൻ ചെന്നിട്ട് അവരോട് പറയും ഞാൻ നോക്കട്ടെ, നിങ്ങളെല്ലാം പുറത്തു പോകും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. അവിടെ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഒരു ഐഡിയ തരും, ഒരു ജ്ഞാനം തരും. അത്ഭുതകരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമായിട്ട് നഞ്ചൻകോട് മൈസൂരിൽ നെസ്കോഫി കമ്പനിയുടെ വലിയ കൂറ്റൻ ഫാക്ടറിയാണ്. അവിടെ നിന്നാണ് നെസ്കോഫി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വലിയ ഒരു 11 നില കെട്ടിടത്തിൽ അതിനകത്ത് 10 നിലയും ഒരു ഫ്ലാസ്കാണ്. ഗ്ലാസ് കൊണ്ടുള്ള ഫ്ലാസ്ക് 10 നില ബിൽഡിംഗ് ഹൈറ്റ്. അതിനകത്ത് ഡികോക്ഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്യാണ്, താഴെ നിന്ന് ഹോട്ട് എയർ മുകളിലോട്ട്. അങ്ങനെയാണ് ഈ ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫാക്ടറിയുടെ മുകളിൽ ഒരു ബോയിലർ ഇൻസ്റ്റോൾ ചെയ്യണം മുകളിൽ. പക്ഷേ ഈ 11 നില കെട്ടിടത്തിന്റെ മുകളിൽ അത് കയറ്റാൻ
കൊണ്ടുവരാൻ പറ്റിയ ഒരു ട്രെയിനോ ഒരു സംവിധാനമോ ആ നാട്ടിലൊന്നുമില്ല. ബോംബെയിൽ നിന്ന് ട്രെയിൻ കൊണ്ടുവരണം, അതിന് കോടിക്കണക്കിന് രൂപ ചെലവ് വരും. മാത്രമല്ല അങ്ങനെ ഒരു ട്രെയിൻ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലവുമില്ല. സായിപ്പിന്റെ കമ്പനിയാണ്, സ്വിറ്റ്സർലൻഡിലെ കമ്പനിയാണ്. അവർ അനൗൺസ് ചെയ്ത്, ന്യൂസ് പേപ്പറിൽ അനൗൺസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഞാൻ അതിനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു കൊട്ടേഷൻ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു യു ഹാവ് ടു കം ആൻഡ് ഗോ ത്രൂ ആൻ ഇന്റർവ്യൂ. ഇത് ചെയ്യാൻ കഴിവുണ്ടോ എന്ന് നിനക്ക് കഴിവുണ്ടോ എന്ന് അറിയാൻ നീ ഇന്റർവ്യൂവിൽ വരണം. ഞങ്ങളുടെ ഡയറക്ടർ നിന്നെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്ട് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഫ്ലൈറ്റിന് ബോംബെയിൽ നിന്ന് മൈസൂർ പോയി ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ആദ്യം ഇയാൾ ചോദിച്ചു, "Do you have a crane as high as this?" ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്താവുന്നതായിട്ട് ഒരു ക്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "No, I don't have a crane." "Then why you came? Get out! Get out!" അപ്പൊ എന്നോട് പരിസ്ഥാത്മ പറയുന്നത്, നീ പോണ്ട, നീ നിൽക്ക്. അവസാനം ഞാൻ പറഞ്ഞു, "At least to listen to me." No. വീണ്ടും കുറെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ഒരു സെന്റൻസ്, let me explain in one sentence. Listen to me, at least one sentence. അയാൾ തുറച്ചു നോക്കി, "Okay, speak." ഇനി ഒറ്റ സെന്റൻസിൽ കാര്യം തരണം, മനസ്സിലാക്കണം. ഒറ്റ സെന്റൻസ്. എനിക്കറിയില്ല ഇപ്പോഴും എന്ത് സെന്റൻസ് ഒരു പതിനറിയ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിങ്ങളോട് സംസാരിക്കും. പെട്ടെന്ന് എന്റെ അകത്തുനിന്ന് വരികയാണ്, "We Indians made Taj Mahal without rain." എന്താ നിങ്ങൾ കൈയടിച്ച്? നിങ്ങൾക്കത് അതിനകത്തുള്ള ജ്ഞാനം മനസ്സിലായി. അതാണ് പരിശുദ്ധത്വം. ഇവര് ഈ ഫോറിനേഴ്സിനെ ഏറ്റവും അറിയാവുന്നതാണ് താജ്മഹൽ. അപ്പൊ ഈ താജ്മഹൽ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് ഈ താജ്മഹൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളത് പലരും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. മനസ്സിലായിക്കോ. അതിന്റെ മുകളിലെ ഡൂം ഒറ്റ സ്റ്റോണിൽ നിന്നും കാർവ് ചെയ്തിട്ടുള്ളതും 20 ടൺ ഭാരമുള്ളതും എങ്ങനെ അതിന്റെ മുകളിൽ എത്തിച്ചു എന്നുള്ളത് ഒരു വിഷയമാണ് പഠിക്കേണ്ടത്. അന്ന് ക്രെയിൻ ഉണ്ടാവും. ഈ ക്രെയിൻ ഉണ്ടായാലും അത്രയും ഉയരത്തിൽ 20 ടൺ തൂക്കി വെക്കുക, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇയാള് നമ്മൾ പറയാറില്ലേ, കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞ മാതിരി ഇയാൾ എന്നെ നോക്കിയിട്ട് പറയാണ്, "Please sit down." അപ്പോഴേക്ക് ഇയാളുടെ മുഖത്ത് ദേഷ്യമൊക്കെ മാറി കിടക്കുക. ഇയാൾ നേരെ ഒരു പുഞ്ചിരിയിലാണ്, "Please explain." No, I will not explain that. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ you can easily do it. Anybody can do it. That is my secret. No, you have to explain, because I am the director of this company. I cannot allow something which is dangerous. So I will agree. I will not copy your thing. I will not allow anybody to copy. I will give it in writing. I said, "No need in writing, but you must understand." Yes, I understand. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ ചാടി എഴുന്നേറ്റിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാം, "Mr. Thomas More, you will do the work. I like this idea. And I pay you double the money what you asked for." നീ ചോദിച്ചതിന്റെ ഇരട്ടി പൈസ ഞാൻ തരാം. ഇവിടെ നമ്മൾ കോൺട്രാക്ടിന് പോയാൽ
ഉള്ളത് വെട്ടി ചുരുക്കി പന്തിയാക്കാനാണ് നോക്കണം. ഇയാൾ പറയാണ് double the money I give you because you have an idea. I want such person. ഇയാൾക്ക് പിന്നെ ഒരു ഹരമായി. എന്ത് പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചിട്ട് പറയുന്നു, what is the solution? You tell me. ഞാൻ സൊല്യൂഷൻ കൊടുത്ത് എന്തിനു പറയുന്നു? അന്ന് എനിക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നമായിരുന്നു, ഭയങ്കര കടബാധ്യതയായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു സകലനും വിറ്റ് എന്റെ വേലയ്ക്കാണ്. പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. എന്താ, എനിക്ക് വിൽക്കാനൊന്നുമില്ല. എന്തുകൊണ്ടാണ് ചെറുതൊക്കെ കാണാൻ? നമുക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാന്ന് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ ഇറങ്ങാണ്. പക്ഷെ ഈ കടബാധ്യത ഒന്ന് തീർന്നു തരണ്ടേ? അതിന്റെ ഉത്തരവായിരുന്നത് ആ ഒറ്റ വർക്കും അതിനുശേഷം അദ്ദേഹം വീണ്ടും എനിക്ക് ജോലികൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പറയും there is a problem, that person is not able to do. അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിനക്കൊരു ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞ വൈദ്യുതി ആവുമ്പോഴേക്കും പറയാം. വൈദ്യുതി ഞാൻ ഐഡിയ കൊണ്ട് എന്നൊക്കെ പറയാണ്. then you do the work, I pay you more money. അവര് ഈ കാൽക്കുലേറ്ററിൽ കുത്തറാണ്. ഇപ്പോഴേക്ക് മനസ്സിലായത് എന്താ അവർ കുത്തി നോക്കണത്? അവർ കൺവേർട്ട് ചെയ്യണം പൈസ. യൂറോ അല്ലെങ്കിൽ ഫ്രാങ്ക്, സ്വിറ്റ്സർലൻഡ് പൈസയ്ക്കും വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പൈസ നിസ്സാരമാണ്. അതുകൊണ്ട് അവര് അങ്ങനെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഈ പേഴ്സണൽ കെയർ അന്ന് ഞാൻ ചെയ്യുമായിരുന്നു. ഈ പേഴ്സണൽ അവിടെ ഹോട്ടലിലെ താമസം. അപ്പൊ അവിടെ നമ്മുടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ശനിയാഴ്ച ദിവസം ഒരു 2.5 ലക്ഷം രൂപ വേണം. എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. നമുക്ക് കിട്ടാനുള്ള പൈസ ആരും തന്നിട്ടില്ല. എല്ലാ ബില്ലും പെൻഡിങ് ആണ്. അന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ എന്തൊരു വലിയ പ്രശ്നമാണ്. ഒന്ന് അവരും കുടുംബം ഉള്ളവരാണ്, അവർക്ക് കടകളിൽ പറ്റും. അങ്ങനെ പ്രാക്ടിക്കലി ഞാൻ കർത്താവേ. അപ്പോൾ നമ്മുടെ ഇല്ലാത്ത പ്രധാന പോയിന്റ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മിൽ വസിക്കുന്ന ത്രിത്വിക ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പോയിന്റ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിന് പരിഹാരം ഇന്ന് തന്നെ വേണം. ശനിയാഴ്ചയാണ്, ഉച്ചവരയ്ക്ക് ബാങ്ക് ഉള്ളതാണ്. 11 മണിക്കകത്ത് എനിക്ക് 2.5 ലക്ഷം രൂപ. ഞാനിത് കൃത്യമായിട്ട് പറയണത് നിങ്ങളെല്ലാം ഇതുപോലെ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉള്ള പ്രശ്നങ്ങളുള്ളവരാണ്. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവേ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ ഇത്രയും കുടുംബങ്ങൾക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാവും, അവര് ശമ്പളം കൊടുത്തില്ലെങ്കിൽ എന്നെ വിടില്ല. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ഫാക്ടറിയിൽ പോയി. ഞാൻ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ സായിപ്പ് ജനാലെ കൂടി എന്നെ കണ്ടിട്ട് അവിടുത്തെ പ്യൂണിനെ വിട്ടുകൊണ്ട് എന്നെ വിളിച്ചോ. അദ്ദേഹം വിളിച്ചിട്ട് why are you so sad? Why are you so gloom? നിനക്ക് നിന്റെ മുഖത്ത് എന്താ പ്രസാദമില്ലാത്തത്? നിന്റെ why are you not happy? I think you need money. Krishnamurti, write a check of 2,50,000 and give to him. We will adjust in the next bill. Praise God. So, this सारे കാര്യമാണെങ്കിൽ കർത്താവ് ഇടപെടുന്നത് അവൾ ഏകയെങ്കിലും അവൾ ഏകയെങ്കിലും സകലവും അവളുടെ സകലം. ഇന്നും ഇത് തന്നെ പ്രിൻസിപ്പിളാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജോലിയെല്ലാം ഉപേക്ഷിച്ചപ്പോ കർത്താവിനോട് ചോദിച്ചു ഞങ്ങൾ എങ്ങനെ ജീവിക്കും.
എനിക്ക് കുടുംബമുണ്ട്. ഭാര്യയിൽ ഒരു ചെയ്തില്ല. ആകാശത്തിലെ പക്ഷികളെ നോക്കും, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. നീ ഈ പക്ഷികളെക്കാൾ ശ്രേഷ്ഠനല്ലേ? ദൈവമകനാണ് എങ്കിൽ എന്റെ പിതാവ് നിന്നെ പരിപാലിക്കും. അതാണ് ഇപ്പോഴും അപ്പോയിന്റ്മെന്റ് ലെറ്ററാണ്. ഇതിന് ഒരുപാട് കഥകളുണ്ട്. പക്ഷെ എല്ലാം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ജ്ഞാനമെല്ലാം ക്രമീകരിക്കും, എല്ലാം ക്രമീകരിക്കും. അപ്പോ ഇനി നമ്മളിത് ഭൗതികമായ ചില കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവിക ശക്തി അവിടെ നിന്ന് തരുന്നു. അതാണ് ഞാൻ എഴുതുന്നപ്പോഴേ. ഓക്കെ, നമുക്ക് ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ദൈവമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ രാജകീയ ത്രിത്വമേ, അങ്ങ് എന്നിൽ വസിക്കുന്നു. എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ മനസാക്ഷിയെ സമർപ്പിക്കുന്നു, എന്റെ മനസ്സിനെ സമർപ്പിക്കുന്നു, എന്റെ ചിന്തകളെ, ഭാവനകളെ വിശുദ്ധീകരിക്കണമേ, ജ്ഞാനം പകരണമേ. എന്റെ മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ വിശ്വാസത്തിന്റെ മേഖലയിൽ വളരാൻ ആവശ്യമുള്ള ദൈവിക രഹസ്യങ്ങളെ എനിക്ക് പകരണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. നിങ്ങളിപ്പോ ഇനി നിശബ്ദമായിട്ട് ഈ ആന്തരികമായി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ജ്ഞാനം നൽകണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും വേഗം വരണം. ഓക്കെ, ശ്രദ്ധയിൽപ്പെടുത്താണ്. നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ വൈകുന്നേരം ഇവിടെ നിൽക്കുന്നവർക്ക് ഭക്ഷണം ആണെങ്കിൽ ഇപ്പോൾ പറയണം. അപ്പോൾ പോയി ഭക്ഷണം ചായ കുടിച്ച് വരുമ്പോൾ എത്ര പേരുണ്ടാവുന്ന കാര്യം പറഞ്ഞാലാണ് നാളത്തേക്കുള്ള ഭക്ഷണം